ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ ലിങ്കും തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും ലഭിക്കുന്നതിന് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. സ്ക്രീനിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ജോയിനിങ് ലിങ്ക് ഉപയോഗിച്ച് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പഠന സഹായി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 250 രൂപയാണ് ഒരു പുസ്തകത്തിന്റെ വില. 4500ഓളം ചോദ്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുസ്തകം ഓൺലൈനായി വാങ്ങുന്നവർക്ക് 100 മാർക്കിന്റെ 2 മോഡൽ ക്വസ്റ്റ്യൻസും അത് പരീക്ഷ എഴുതി നോക്കുന്നതിനാവശ്യമായ OMR ഷീറ്റും നമുക്ക് പരീക്ഷയ്ക്ക് തരുന്ന ബബിൾ ചെയ്യാനുള്ള അതിന്റെ ഒരു മാതൃകാ ഷീറ്റും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കേരളത്തിനുള്ളിൽ 50 രൂപയാണ് പോസ്റ്റൽ ചാർജ്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ 100 രൂപയാണ്. ഒന്നിൽ കൂടുതൽ പുസ്തകം വാങ്ങുന്നവർക്ക് പോസ്റ്റൽ ചാർജിൽ ഇളവ് നൽകുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ അധ്യായം 8 4 തലക്കെട്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. 2, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു എന്താണ് പറഞ്ഞത്? എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ്. 3, എന്തു ചെയ്താൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ് എന്നാണ് യേശു തന്നിൽ വിശ്വസിച്ച യഹൂദരോട് പറഞ്ഞത്? എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ. 4, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ ആരാണ് എന്നാണ് യേശു തന്നിൽ വിശ്വസിച്ച യഹൂദരോട് പറഞ്ഞത്? നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ്. 5, നിങ്ങൾ എന്തറിയുകയും അത് നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം. 6, എന്ത് നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ് യേശു പറയുന്നത്? സത്യം. 7, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദർ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്. 8, ഞങ്ങൾ ആരുടെ സന്തതികളാണ് എന്നാണ് യഹൂദർ യേശുവിനോട് പറഞ്ഞത്? അബ്രാഹത്തിന്റെ. 9, ഞങ്ങൾ ഒരിക്കലും ആരുടെയും എന്തായിരുന്നിട്ടില്ല എന്നാണ് യഹൂദർ പറയുന്നത്? അടിമകളായിരുന്നിട്ടില്ല. 10, ഞങ്ങൾ ആരുടെയും അടിമകളായിരുന്നിട്ടില്ല എന്ന് യേശുവിനോട് പറഞ്ഞതാര്? യഹൂദർ. 11, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത് എന്ന് യഹൂദർ ചോദിക്കുന്നത് എന്തുകൊണ്ട്? ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. 12, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല എന്ന് യഹൂദർ പറഞ്ഞപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. 13, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് എന്ന് പറയുന്നതിന് മുൻപ് യേശു എന്താണ് പറയുന്നത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 14, ആരാണ് പാപത്തിന്റെ അടിമ? പാപം ചെയ്യുന്നവൻ. 15, പാപം ചെയ്യുന്നവൻ എന്തിന്റെ അടിമയാണ്? പാപത്തിന്റെ. 16, ആര് എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല? അടിമ. 17, അടിമ എക്കാലവും എവിടെ വസിക്കുന്നില്ല? ഭവനത്തിൽ. 18, എക്കാലവും ഭവനത്തിൽ വസിക്കുന്നതാര്? പുത്രൻ. 19, പുത്രൻ എക്കാലവും എവിടെ വസിക്കുന്നു? ഭവനത്തിൽ. 20, ആര് നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും? പുത്രൻ. 21, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ എന്താകും? യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. 22, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? പുത്രൻ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നു. 23, നിങ്ങൾ ആരുടെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നാണ് യേശു പറയുന്നത്? അബ്രാഹത്തിന്റെ. 24, നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്, എന്നിട്ടും നിങ്ങൾ എന്ത് ആലോചിക്കുന്നു? എന്നെ കൊല്ലാൻ. 25, നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് യേശു പറയുന്നത്? എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. 26, എന്റെ എന്ത് നിങ്ങളിൽ വസിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്? വചനം. 27, എവിടെ കണ്ടവയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? എന്റെ പിതാവിന്റെ സന്നിധിയിൽ. 28, എന്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ എന്തു ചെയ്യുന്നു? സംസാരിക്കുന്നു. 29, എവിടെ നിന്ന്
കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, നിങ്ങളുടെ പിതാവിൽ നിന്ന്. 30, നിങ്ങൾ എന്തു പ്രവർത്തിക്കുന്നു എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത്. 31, യോഹന്നാൻ അധ്യായം 8 5 തലക്കെട്ട്, പിശാച് നിങ്ങളുടെ പിതാവ്. 32, ആരാണ് ഞങ്ങളുടെ പിതാവ് എന്നാണ് യഹൂദർ പറയുന്നത്, അബ്രാഹം. 33, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ് എന്ന് യഹൂദർ പറഞ്ഞപ്പോൾ യേശു അവരോട് എന്താണ് പറഞ്ഞത്, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. 34, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ. 35, നിങ്ങൾ ആരായിരുന്നെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു എന്നാണ് യേശു പറയുന്നത്, അബ്രാഹത്തിന്റെ മക്കൾ. 36, എന്ത് നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, ദൈവത്തിൽ നിന്നു കേട്ട സത്യം. 37, ദൈവത്തിൽ നിന്നു കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ എന്തു ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുന്നു, കൊല്ലാൻ. 38, ദൈവത്തിൽ നിന്നു കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. എന്നാൽ ആര് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് യേശു പറയുന്നത്, അബ്രാഹം. 39, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ എന്ത് ചെയ്യുന്നു, പ്രവൃത്തികൾ. 40, നിങ്ങൾ ആരുടെ പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, നിങ്ങളുടെ പിതാവിന്റെ. 41, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദർ എന്താണ് പറഞ്ഞത്, ഞങ്ങൾ ജാരസന്തതികളല്ല. 42, ഞങ്ങൾ ജാരസന്തതികളല്ല എന്ന് യഹൂദർ പറയാനുണ്ടായ സാഹചര്യം, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ. 43, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ. ആരാണ് പിതാവ്, ദൈവം. 44, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, സ്നേഹിക്കുമായിരുന്നു. 45, ആരാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, ദൈവമാണ്. 46, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, എന്തുകൊണ്ട്, ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 47, ഞാൻ സ്വമേധയാ വന്നതല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് യേശു പറയുന്നത്, അവിടുന്ന് എന്നെ അയച്ചതാണ്. 48, അവിടുന്ന് എന്നെ അയച്ചതാണ് എന്ന് പറഞ്ഞതിന് ശേഷം യേശു ചോദിക്കുന്ന ചോദ്യം എന്ത്, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. 49, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്ന് ചോദിച്ചതിനെ തുടർന്ന് യേശു തന്നെ പറയുന്ന മറുപടി എന്ത്, എന്റെ വചനം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. 50, ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് യേശു പറയുന്നത്, എന്റെ വചനം ശ്രവിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട്. 51, എന്റെ വചനം ശ്രവിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തു ചെയ്യുന്നില്ല, ഗ്രഹിക്കുന്നില്ല. 52, നിങ്ങൾ നിങ്ങളുടെ പിതാവായ ആരിൽ നിന്നുള്ളവരാണ് എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, പിശാചിൽ നിന്ന്. 53, ആരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് യേശു യഹൂദരോട് പറയുന്നു, നിങ്ങളുടെ പിതാവിന്റെ. 54, അവൻ ആകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്, ആര്, പിശാച്. 55, പിശാച് ആദ്യം മുതൽ എന്താണ് എന്നാണ് യേശു പറയുന്നത്, കൊലപാതകിയാണ്. 56, പിശാച് ഒരിക്കലും എന്തിൽ നിലനിന്നിട്ടില്ല എന്നാണ് പറയുന്നത്, സത്യത്തിൽ. 57, അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, ആര്, പിശാച്. 58, എന്തുകൊണ്ടാണ് പിശാച് ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്ന് യേശു പറയുന്നത്, അവനിൽ സത്യമില്ല. 59, കള്ളം പറയുമ്പോൾ പിശാച് എന്തു തന്നെയാണ് സംസാരിക്കുന്നത്, സ്വന്തം സ്വഭാവമനുസരിച്ച്. 60, പിശാച് സ്വന്തം സ്വഭാവമനുസരിച്ച് സംസാരിക്കുന്നത് എപ്പോൾ, കള്ളം പറയുമ്പോൾ. 61, പിശാച് ആരും ആരുടെ പിതാവുമാണ് എന്നാണ് യേശു പറയുന്നത്, നുണയനും നുണയുടെ പിതാവും. 62, നുണയനും നുണയുടെ പിതാവുമാര്, പിശാച്. 63, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, സത്യം പറയുന്നത് കൊണ്ട്.
64 സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ എന്തു ചെയ്യുന്നില്ല എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, വിശ്വസിക്കുന്നില്ല. 65 നിങ്ങളിൽ ആർക്ക് എന്നിൽ എന്ത് തെളിയിക്കാൻ കഴിയും എന്നാണ് യേശു ചോദിക്കുന്നത്, പാപം. 66 ഞാൻ എന്താണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് യേശു ചോദിക്കുന്നത്, സത്യമാണ്. 67 ആര് ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ. 68 ദൈവത്തിൽ നിന്നുള്ളവൻ ആരുടെ വാക്ക് ശ്രവിക്കുന്നു, ദൈവത്തിന്റെ. 69 നിങ്ങൾ ആരിൽ നിന്നുള്ളവരല്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കാത്തത് എന്നാണ് യേശു പറയുന്നത്, ദൈവത്തിൽ നിന്ന്. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ലാത്തത് കൊണ്ട് എന്തു ചെയ്യുന്നില്ല, ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നില്ല. 71 യോഹന്നാൻ അധ്യായം 8 6 തലക്കെട്ട്, അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്. 72 നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? ഇതാര് ആരോട് ചോദിച്ചതാണ്? യഹൂദർ യേശുവിനോട്. 73 യേശു ആരാണെന്നാണ് യഹൂദർ പറയുന്നത്? ഒരു സമരിയാക്കാരൻ. 74 യേശു ഒരു സമരിയാക്കാരനാണെന്നും യേശുവിൽ എന്തുണ്ടെന്നും ആണ് യഹൂദർ പറയുന്നത്, പിശാച്. 75 എനിക്ക് എന്തില്ല എന്ന് യേശു പറയുന്നു, പിശാച്. 76 ഞാൻ ആരെ ബഹുമാനിക്കുന്നു എന്നാണ് യേശു പറയുന്നത്, എന്റെ പിതാവിനെ. 77 ഞാൻ എന്റെ പിതാവിനെ എന്ത് ചെയ്യുന്നു എന്ന് യേശു പറയുന്നു, ബഹുമാനിക്കുന്നു. 78 നിങ്ങളാകട്ടെ എന്റെ പിതാവിനെ എന്ത് ചെയ്യുന്നു എന്ന് യേശു യഹൂദരോട് പറയുന്നു, അപമാനിക്കുന്നു. 79 ഞാൻ എന്റെ എന്തന്വേഷിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്, മഹത്വം. 80 ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും ഒരുവനുമുണ്ട്. യോഹന്നാൻ 8:50 പ്രകാരം പൂരിപ്പിക്കുക, വിധികർത്താവുമായ. 81 ആര് ഒരിക്കലും മരിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ. 82 ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവന് ഒരിക്കലും എന്ത് സംഭവിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്, മരിക്കുകയില്ല. 83 എന്ത് പറഞ്ഞതിനു ശേഷമാണ് ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവനൊരിക്കലും മരിക്കുകയില്ല എന്ന് യേശു പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിനു ശേഷം. 84 ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവനൊരിക്കലും മരിക്കുകയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദർ എന്താണ് പറഞ്ഞത്, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. 85 ആരെല്ലാം മരിച്ചിട്ടും എന്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു എന്നാണ് യഹൂദർ പറയുന്നത്, അബ്രാഹവും പ്രവാചകന്മാരും. 86 അബ്രാഹവും പ്രവാചകന്മാരും മരിച്ചിട്ടും ആര് ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു എന്നാണ് യഹൂദർ യേശുവിനോട് പറഞ്ഞത്, എന്റെ വചനം പാലിക്കുന്ന ഒരുവനും. 87 ആരെക്കാൾ വലിയവനാണോ നീ എന്നാണ് യഹൂദർ യേശുവിനോട് ചോദിക്കുന്നത്, ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തെക്കാൾ. 88 ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തെക്കാൾ വലിയവനാണോ നീ എന്ന് ചോദിച്ചതിനു ശേഷം യഹൂദർ എന്താണ് പറയുന്നത്, പ്രവാചകന്മാരും മരിച്ചുപോയി. 89 പ്രവാചകന്മാരും മരിച്ചുപോയി എന്ന് പറഞ്ഞതിനു ശേഷം യഹൂദർ എന്താണ് യേശുവിനോട് ചോദിക്കുന്നത്, ആരെന്നാണ് നീ അവകാശപ്പെടുന്നത്? 90 ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വത്തിന് എന്തില്ല എന്നാണ് യേശു പറയുന്നത്, വിലയില്ല. 91 ഞാൻ എന്തു ചെയ്താൽ എന്റെ മഹത്വത്തിന് വിലയില്ല എന്നാണ് യേശു പറയുന്നത്, എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ. 92 ആരാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവ്. 93 നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവാണ് എന്നെ എന്ത് ചെയ്യുന്നത് എന്നാണ് യേശു പറയുന്നത്, മഹത്വപ്പെടുത്തുന്നത്. 94 നിങ്ങൾ ആരെ അറിഞ്ഞിട്ടില്ല എന്നാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ദൈവത്തെ, അതായത് എന്റെ പിതാവിനെ. 95 നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ, അതായത് എന്റെ പിതാവിനെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടുത്തെ അറിയുന്നു. 96 ഞാൻ ആരെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ ആരാകും എന്നാണ് യേശു പറയുന്നത്, നുണയനാകും. 97 ഞാൻ ദൈവത്തെ അറിയുകയും അവിടുത്തെ എന്ത് പാലിക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്, വചനം. 98 എന്ത് പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു എന്നാണ് യേശു പറയുന്നത്, എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ.
99 എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ ആനന്ദിച്ചത് ആര്? നിങ്ങളുടെ പിതാവായ അബ്രാഹം. 100 അബ്രാഹം അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. ഏത്? എന്റെ ദിവസം. 101 എന്റെ ദിവസം കാണുകയും സന്തോഷിക്കുകയും ചെയ്തത് ആര്? അബ്രാഹം. 102 അബ്രാഹം എന്റെ ദിവസം കാണുകയും സന്തോഷിക്കുകയും ചെയ്തു എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദർ എന്താണ് പറഞ്ഞത്? നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല. 103 നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല എന്ന് പറഞ്ഞ ശേഷം യഹൂദർ യേശുവിനോട് എന്താണ് ചോദിക്കുന്നത്? എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? 104 ആര് ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്നാണ് യേശു പറഞ്ഞത്? അബ്രാഹം. 105 എന്തു പറഞ്ഞുകൊണ്ടാണ് അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്ന് യേശു പറയുന്നത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 106 അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്ന് യേശു പറഞ്ഞപ്പോൾ അവർ എന്തു ചെയ്തു? അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. 107 യേശുവിനെ എറിയാൻ കല്ലുകൾ എടുത്തത് ആര്? യഹൂദർ. 108 യഹൂദർ യേശുവിനെ എറിയാൻ കല്ലുകൾ എടുത്തപ്പോൾ അവൻ എന്തു ചെയ്തു? അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. 109 യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയത് എപ്പോൾ? അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തപ്പോൾ. ഇങ്ങനെ 109 ചോദ്യങ്ങളാണ് യോഹന്നാൻ അധ്യായം 8 രണ്ടാം ഭാഗത്തു നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്നലെ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ഇന്ന് മോക്ക് ടെസ്റ്റ് നടത്തുകയും ചെയ്യാം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. നാളെ ബുധനാഴ്ച രാത്രി 9 മണിക്കായിരിക്കും യോഹന്നാൻ 8 അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് നടത്തപ്പെടുക. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.